ഒരുപാട് അകല നിർത്തി മാത്രമേ ജീവിക്കാവൂ, ഇല്ലേ നിങ്ങൾ പോവും. മനസ്സിലായോന്നറിയില്ല. ആരായിരുന്നാലും ശാന്തി നിങ്ങളുടെ എന്നേക്കുമായി. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. ഒരു കാര്യം പറഞ്ഞ കാര്യത്തിന്മേലുള്ള അവകാശം പറഞ്ഞവന് നിലനിൽക്കെ, പറഞ്ഞത് എന്തുമായിക്കൊള്ളട്ടെ അതിൻ്റെ ആശയം പറഞ്ഞവൻ്റെ മൗനമായിരിക്കെ, അതിൻ്റെ പേരിൽ ഒരു രോഷാകുലനായി അപ്പുറത്തൊരാൾ നിൽക്കുമ്പോൾ, അയാൾ രോഷാകുലനാവുമ്പോൾ മറ്റേയാൾ വിനയാന്വിതനായി പറയുകയാണ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ, അത് അയാൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇടപാട് സുചാരുവല്ല. നല്ല ജീവിതം പറഞ്ഞത് എന്തായാലും അത് തിരുത്തി പറഞ്ഞു എങ്കിൽ താൻ പറഞ്ഞത് തെറ്റാണെന്നൊന്നുകിൽ അയാൾക്ക് ബോധ്യപ്പെട്ടു. മനസ്സിലായില്ല. അവിടെ അയാളുടെ മനസ്സ് നിൽക്കാനിടയാകട്ടെ എന്നോർത്ത് പിൻവാങ്ങുക. ഇല്ല, അയാൾ പറഞ്ഞത് താൻ തെറ്റിദ്ധരിച്ചതാണെങ്കിൽ ഇപ്പോൾ അയാൾ തിരുത്തി പറഞ്ഞു, അത് ഉൾക്കൊള്ളുക. ഇതിനുള്ള പരിശീലനമില്ലെങ്കിൽ ഭൂമിയിലെ ഒരു ജീവിതത്തിലും ചെന്ന് ചാടരുത്, ഒരാശ്രമധർമ്മത്തിലും പെടരുത്. അതിന് പറ്റിയ ഒറ്റ ആശ്രമേ ഉള്ളൂ, താൻ തോന്നിയ ആശ്രമം. മനസ്സിലായില്ല. ഇതിന് ബ്രഹ്മചര്യാശ്രമം പറ്റില്ല, ഗാർഹസ്ഥ്യവും പറ്റില്ല, വാനപ്രസ്ഥവും പറ്റില്ല, സന്യാസവും പറ്റില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾ എന്തിനു പറ്റുമെന്ന്. ഇതിലേത് പറ്റണമെങ്കിലും ശാസ്ത്രമര്യാദ വാക്കാണ്. ആ വാക്ക് സത്യധാരണയാണ്. ഓം തത് സത്. ശ്രദ്ധ സത്യം ധീയതേ ഇതി ശ്രദ്ധ. ശ്രദ്ധ സത്യധാരണ. യാതൊരുവൻ സത്യം ധരിക്കാതെ യജ്ഞങ്ങൾ ചെയ്യുന്നുവോ, യാതൊരുവൻ സത്യധാരണയില്ലാതെ ദാനം ചെയ്യുന്നുവോ, യാതൊരുവൻ സത്യധാരണ കൂടാതെ തപസ് ചെയ്യുന്നുവോ, യാതൊരുവനാണോ സത്യധാരണയില്ലാത്തവനായിക്കൊണ്ട് കർമ്മങ്ങളെ ചെയ്യുന്നത്, അവൻ്റെ എല്ലാ കർമ്മങ്ങളും എല്ലാ തപസ്സും എല്ലാ യജ്ഞവും എല്ലാ ദാനവും താമസമാകും. ശ്രദ്ധാവിരഹിതമായി ഈ കർമ്മങ്ങളൊന്നും ചെയ്യരുത്. ശ്രദ്ധ മൂന്നാണ്: താമസീ ശ്രദ്ധ, രാജസീ ശ്രദ്ധ, സാത്വികീ ശ്രദ്ധ. ഭഗവത്ഗീത 17-ാം അധ്യായം ഡീറ്റെയിൽഡായിട്ട് പഠിച്ചുകൊണ്ടാണ് അപ്പോൾ കിട്ടുന്നത്. അതിനകത്തുകൊണ്ട് ഇത് മുഴുവൻ. അവിടെയാണ് ഓം എന്നുച്ചരിച്ച്, അത് പറഞ്ഞപ്പോഴാണ് ഇതെല്ലാം ഒന്ന് പറഞ്ഞത്. ഓം എന്ന് നിർദ്ദേശിച്ച് ചെയ്യുന്ന ദാനം, തത് എന്ന നിർദ്ദേശത്തോടുകൂടി ചെയ്യുന്ന ദാനം, സത് നിർദ്ദേശത്തോടുകൂടി ചെയ്യുന്ന ദാനം ദോഷങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ആ ഓംകാരം ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന കാര്യ കാരണ പ്രപഞ്ചങ്ങളുടേതായ ലോകം മുഴുവനും കൂടാതെ കാലാതീതമായ സത്യവും ചേർന്നതാണ് ഓംകാരം. ക്ഷരാക്ഷരാത്മകമായിരിക്കുന്ന അറിവ് മുഴുവൻ ചേർന്നത് ഓംകാരം. മംഗളവാചിയായ അവ ധാതുവിൽ നിന്നുണ്ടാകുന്ന രക്ഷണെ, രക്ഷിക്കുന്നത് എന്നർത്ഥം വരുന്ന
ഓമിന് ഈശ്വരനെന്നും അർത്ഥമുണ്ട്. ഓം ശം നോ മിത്രഃ, മിത്രഃ മിത്രനെന്ന ദേവൻ, നഹ ഞങ്ങൾക്ക് ശം സുഖഹേതുവായി ഭവിക്കട്ടെ. അതൊരു ദേവതയാണ് മിത്രൻ. ആ മിത്രൻ എന്ന ദേവൻ അധ്യാത്മവിദ്യ പരിശീലിക്കുവാൻ തുടങ്ങുന്ന സാധകന് വന്നുചേരാവുന്ന എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അവരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ദേവതാ സമൂഹത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ സച്ചിദാനന്ദ സ്വരൂപനായ ആ ഈശ്വരൻ എങ്ങനെയാണ് ലോകാനുഗ്രഹത്തിനു വേണ്ടി തനിക്ക് അനുരൂപമാകും വിധം ചെയ്തു തരിക ഈ ലോകത്തെ, അതിൽ പെട്ട ഒരു ദേവനാണ് മിത്രൻ. പകലിൻ്റെയും വെഷ്ടിപ്രപഞ്ചത്തിൽ ദേഹത്തിൽ പ്രാണവ്യാപാരത്തിൻ്റെയും അധിഷ്ഠാതൃദേവതയാണ്. പ്രാണൻ്റെ ദേവതയാണ് മിത്രൻ. ദേഹത്തിൽ, ശരീരത്തിൽ പ്രാണൻ്റെ അധിഷ്ഠാതൃദേവതയാണ് മിത്രൻ. അതുപോലെ തന്നെ സമഷ്ടിയിൽ പകലിൻ്റെ ദേവതയാണ്, ദിവസത്തിൻ്റെ ദേവതയാണ് മിത്രൻ. മിത്രനെ സ്വാധീനിച്ചാൽ മിത്രനുമായി മൈത്രി ഉണ്ടായാൽ പകൽ അധീനമാണ്, ദിവസം എനിക്കധീനമാണ് എന്ന് പറയണമെങ്കിൽ മിത്രൻ അധീനത്തിലായിരിക്കണം. ചിലർക്ക് പകലാണ് പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്, രാത്രിയായ ഒരു കുഴപ്പമില്ല. ദേഹം മുഴുവൻ നീര് വരിക, പകല് ശ്വാസം മുട്ടലുണ്ടാവുക, പകൽ ആഹാരം കഴിച്ചാൽ കുഴപ്പത്തിലാവുക, പകല് കാണുന്നവരെയൊന്നും കണ്ടുകൂടാതെ വരിക, രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരുമാതിരി ഉലൂകായുധത്തിൽ അല്ലേ ഒരുമാതിരി നേരെയായി വരും. പകലാണ് പ്രശ്നം മുഴുവൻ തുടങ്ങുന്നത്. നേരം വെളുക്കുന്നതോർത്താൽ ഭയമാണ്. കണ്ടിട്ടുണ്ടോ? ഇല്ല. രാത്രി വന്നാൽ വലിയ സന്തോഷമായി. അല്ലല്ല, രാത്രി വലിയ കുഴപ്പമില്ല. നേരം വെളുക്കുന്നു എന്ന് പറഞ്ഞാൽ മൂടിപ്പൊതിച്ചൊരു കിടപ്പാണ്. വിളിക്കേണ്ടെന്നാ പറയാം. നേരം വെളുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു എഴുന്നേൽക്കുന്ന പ്രശ്നമില്ല. ജനൽ തുറക്കാതെന്നാ പറയാം. വെളിച്ചം ഇങ്ങോട്ട് വരണ്ട. ചിലർക്ക് ആ പ്രഭാത കിരണങ്ങളാണ് ഏറ്റവും ആനന്ദപ്രദം. ഇപ്പം മിത്രൻ്റെ ഒരു ലോകമാണ്. അപ്പം മിത്രൻ ഞങ്ങൾക്ക് സുഖത്തെ നൽകട്ടെ, പകലും പ്രാണനും സുഖം അരുളട്ടെ. മിത്രൻ ശം സുഖഹേതുവായി ഭവിക്കട്ടെ. വരുണഃ നഃ ശംഭവതു. വരുണൻ ജലത്തിൻ്റെ അധിദേവനാണ്. ശരീരത്തിലൊക്കെ ഈ വരുണൻ ഓടുന്നുണ്ട്. പഴയ ആളുകൾ പറയും വെള്ളമൊന്നും അനാവശ്യമായിട്ട് കളയരുത്. ഈ ലോഡ്ജിലൊക്കെ പോയി കഴിഞ്ഞാൽ വല്ലവൻ്റെ ആണല്ലോ കാശെന്നോർത്ത് താപ്പൊക്കെ രാത്രി മുഴുവൻ ഓൺ ചെയ്ത് വെച്ചേക്കും. നമ്മളോട് ഇത്ര രൂപ മേടിക്കുന്നതല്ലേ, പോട്ട കുറച്ച് വെള്ളം. ശരിയല്ല. സ്കൂളിലെ അധ്യാപകരും പിള്ളേരും ഒക്കെ എങ്ങനെയാണ് മാനേജ്മെൻറ്റിനോടുള്ള ശത്രുത തീർക്കുന്നത്? വെള്ളം മാനേജ്മെൻറ്റിൻ്റെ അല്ല, സമഷ്ടിയുടെയാണ്. മറ്റേ കടവിലൊക്കെ പോയാൽ കടവിറങ്ങുക, അവിടെയെല്ലാം വൃത്തികേടാക്കുക, ഇതൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് വെള്ളം ദുഷിപ്പിക്കുകയാണ്. പഴയ കാലത്തില്ലാത്ത ജലീയ സ്രോതസ്സുകളിൽ ഉദക വഹ സ്രോതസ്, ആ ജലത്തോട് പാരസ്പര്യം പുലർത്തുന്ന അവനവനിലെ ഒരു ജലീയ സ്രോതസ്സുണ്ട്. മസ്തിഷ്കം മുതലിങ്ങോട്ട്
തെറ്റിദ്ധാരണ കൊണ്ട് ഇത് മുഴുവൻ കിഡ്നിയാണ് നിയന്ത്രിക്കുന്നതെന്ന് ആയിരിക്കും. അങ്ങനെയാണ് യൂറോളജിസ്റ്റിനും നെഫ്രോളജിസ്റ്റ് രോഗങ്ങളെ പഠിപ്പിക്കുക. അയാൾ പറയും കിഡ്നി മാറ്റി വെച്ചാൽ മതി. ആദ്യം മൂത്രമൊഴിക്കുന്നതൊക്കെ കിഡ്നിയുടെ പ്രശ്നമായിട്ടാണ് കാണുന്നത്. എന്നിട്ടാണ് മരുന്നൊക്കെ തരിക. നിർബന്ധിച്ചൊക്കെ മൂത്രം ഒഴിപ്പിക്കും. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വിവരമുണ്ടേ മനസ്സിലാവും, നട്ടെല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ഈ കിഡ്നിക്ക് കേടില്ലെങ്കിൽ മൂത്രവും മലവും നിയന്ത്രണത്തിലല്ലാതാവും. അപ്പോൾ ഈ കിഡ്നി ഒന്നും അല്ല എന്ന് അല്പം ചിന്തിച്ചാൽ മനസ്സിലാവും. നെഫ്രോളജിസ്റ്റ് ഈ താഴെ കിഡ്നിയും വെച്ചുകൊണ്ടേ ഇരിപ്പുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ അവിടെയല്ല ഈ ലോകമെന്ന് അല്പം ബോധ്യപ്പെടും. കാരണം ഒരുത്തന്നെ നട്ടെല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ഈ പണി തന്നു. മൂത്രം പോകുന്ന അറിയുന്നുണ്ടോ? ഇപ്പോൾ ഒന്നും അറിയുന്നില്ല. മലം പോകുന്ന അറിയില്ല. ഇപ്പോൾ കിഡ്നിയൊക്കെ അവിടെ വളരെ ക്ലിയറാണ്. പിന്നെന്താ പോകുന്ന അറിയാത്ത? മനസ്സിലായില്ല? അപ്പോൾ അതാദ്യം ആലോചിച്ച് നോക്കണം. ഉദകവഹ സ്രോതസ്സുകൾ മൊത്തമാണ്. അതിനെ നിയന്ത്രിക്കുന്ന അങ്ങ് മുകളിലൊരുത്തനാണ്. എൻ്റെ പേര് ഹൈപ്പോതലാമസ് എന്ന് പറയും. മസ്തിഷ്ക പര്യങ്കാധര ദേശം. കേൾക്കാനൊക്കെ ഒരു സുഖമുണ്ടെന്ന് തോന്നുന്നല്ലേ? അവിടുന്നാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഇത് മാറ്റിവെച്ചതുകൊണ്ട് കാര്യമില്ല. അവിടുന്നുള്ള നിയന്ത്രണം വിട്ടാൽ മാറ്റിവെച്ചതും കുറേ കഴിയുമ്പോൾ അടയും. ഇപ്പോൾ ഉദകവഹ സ്രോതസ്സുകളെ മൊത്തം അവിടെ ഒരു അതിദേവനുണ്ട്. അവനായി വരുണൻ. അകത്ത് പുറത്തെ ജലത്തിൽ ഇവ തമ്മിലുള്ള പാരസ്പര്യം ഗംഭീരമാണ്. ഇപ്പം ജലീയ സ്രോതസ്സുകളോട് സൂക്ഷിച്ചു വേണം ഇടപെടാൻ. നോക്കിയാൽ മനസ്സിലാവും. പഴയ കാലത്ത് മാലിന്യങ്ങൾ നദികളിലൊക്കെ കൊണ്ട് ഇടാതിരിക്കുകയും കിണർ, കുളം മുതലായവയിലെ ജലം ഇത്രയേറെ അപരിശുദ്ധമാക്കാതിരിക്കുകയും ജലത്തിൻ്റെ ശുദ്ധി പരിപാലിക്കുവാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്ത കാലങ്ങളിൽ ഇത്രയധികം വൃക്കരോഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നൊരു സ്ഥിതിവിവര കണക്കെടുത്ത് നോക്കിയാൽ ബോധ്യമാവും. മനസ്സിലായില്ല? പിടിയിട്ടില്ല. അതുകൊണ്ട് വ്യക്തമായി നോക്കിയാൽ കാണാം. അതാണ് ആ ദേവതാ വിജ്ഞാനം. അങ്ങനെ പഠിച്ചപ്പോഴാണ് ആളുകൾ മര്യാദയ്ക്കൊക്കെ ജീവിച്ചത്. പാ വരുണൻ ശംഭവതു സുഖഹേതുവായി ഭവിക്കട്ടെ. ഇപ്പോൾ വെഷ്ടി പ്രപഞ്ചത്തിൽ, സമഷ്ടി പ്രപഞ്ചത്തിൽ, സമഷ്ടിയിൽ വരുണൻ രാത്രിയുടെയും വെഷ്ടിയിൽ വരുണൻ അപാനവായുവിൻ്റെയും അധിദേവനാണ്. അപാനവായുവാണ് മലമൂത്രാദികളെ പുറത്തേക്ക് കളയുന്നത്. മൂത്രപുരീഷാദികളെയെല്ലാം പുറത്തേക്ക് തള്ളുന്നത് അപാനൻ എന്ന വായുവാണ്. അതറിയാം. പോയി കക്കൂസിലൊക്കെ ഇരിക്കുമ്പോൾ അതിന് ഇന്ത്യൻ ക്ലോസറ്റ് ഇരിക്കണം. മനസ്സിലായില്ല? യൂറോപ്യൻ ക്ലോസറ്റിൽ കയറി ഇരിക്കരുത്. യൂറോപ്യൻ ക്ലോസറ്റിലിരിക്കുന്ന അവിടെ തണുപ്പായതുകൊണ്ട് മുട്ടൊക്കെ മടങ്ങയില്ലാത്തതുകൊണ്ട് സായിപ്പിരിക്കുന്നതാണ്. അതിലിരുന്ന് ശീലിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ കോളൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായിരിക്കുമ്പോൾ ഒരു യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്നിട്ടൊരു സ്കാൻ എടുക്കുക നാളെ പോയിട്ട്. അതുപോലെ തന്നെ ആ കുത്തിയിരുന്നിട്ടൊരു സ്കാൻ എടുക്കുക. അപ്പോൾ കോളൻ എവിടെയാണ് നേരെയാകുന്നതെന്ന് നോക്കുക. എന്നിട്ട് ഇതുവരെ കോളണിൽ ക്യാൻസർ വന്നവരുടെ ഒരു ലിസ്റ്റ് എടുക്കുക. ഒരു സാധ്യതാ ലിസ്റ്റ്. ഇത് സുഖമാണ്. കാരണം വെച്ചാൽ യൂറോപ്യൻ ക്ലോസറ്റാണെങ്കിൽ മുമ്പിലൊരു ചെറിയ മേശയൊക്കെ ഇട്ടാൽ ചായ കുടിക്കാം, പത്രമൊക്കെ വായിക്കാം, 2 ഇഡ്ഡലി തിന്നാം. അങ്ങനെ ഒരുപാട് പ്രയോജനമുണ്ട്. ഇപ്പോൾ ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ IT ഒക്കെ അല്ലേ. മറ്റേ സാധനത്തിൻ്റെ പേരെന്തോ, ലാപ്ടോപ്പ്. അതൊരെണ്ണം മുമ്പിൽ വെച്ചുകൊണ്ട് പരിപാടിയും തുടങ്ങാം. നല്ലതാ. ബിസിനസ്സും ഒക്കെ സമയം കളയണ്ട. ചെയ്യുമ്പോൾ മമ്മാൻ സാർ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു, കഷ്ടം സ്ഥാനവലിപ്പമോ പ്രഭുതയോ സജ്ജാതിയോ
വംശമോ ധൃഷ്ടശ്രീധനുധാടിയോ ചെറുതന്നോരീല ഘോരാനലൻ സ്പഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെ പുക്കസ്തമിക്കുന്നങ്ങിഷ്ടന്മാർ പിരിയുന്നു. ഹാ, ഇവിടമാണ് അധ്യാത്മവിദ്യാലയം. സാറ് സ്വാഭാവികമായ ശൈലിയിൽ പിള്ളേരോട് ചെയ്താടോ ക്ലോസറ്റാ സാറേ. മറ്റത് നമ്മളറിയുന്നില്ലല്ലോ, അവിടെയാകുമ്പോൾ കത്തിപ്പോവല്ലേ ചെയ്യുന്നത്. ഇതാകുമ്പോൾ കൃത്യമായിട്ട് അറിയുമല്ലോ. സ്ഥാനവലിപ്പോ ഇതിനകത്ത് കയറിയാൽ വല്ല പ്രയോജനമുണ്ടോ? സ്ഥാനവലിപ്പമോ പ്രഭുതയോ, ഏത് പ്രഭുവായാലും അപാനനൊന്ന് അനുഗ്രഹിച്ചില്ലെങ്കിൽ ഇവൻ പുറത്തു പോവില്ല. പ്രഭുതയോ സജാതിയോ വംശമോ ധൃഷ്ടശ്രീധനുധാടിയോ ചെറുതന്നൊരീല സ്പഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെ പുക്കസ്തമിക്കുന്നു. ഇഷ്ടന്മാർ പിരിയുന്നു. ആരെങ്കിലും കൂടെ വരുമോ? ഇവിടമാണ് അധ്യാത്മവിദ്യാലയം. മൻമോഹൻ സാറിന് പെരുത്തിഷ്ടമായതുകൊണ്ട് പറഞ്ഞു ഇന്ന് ക്ലാസ് മതിയിട്ടു, ഇന്ന് ഇതിൽ തീരട്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ അവിടെ കയറി ഇരിക്കുമ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് സ്കാൻ എടുത്ത് നോക്കുക. അപ്പോൾ ബോധ്യാവും കോളൻ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന്. കോളൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായി? ആ കോളൻ നിൽക്കുന്നതിൽ വ്യത്യാസം വരും. അതൊന്ന് സ്കാൻ എടുത്ത് നോക്കണം. അകത്ത് കയറ്റി ആദ്യം ഇരുത്തിയിട്ട് യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് ഇരുത്തി ഇന്ത്യൻ ക്ലോസറ്റിലേക്ക് ഇരുത്തി 2 സ്കാൻ എടുത്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ സാധ്യതാ പഠനങ്ങളൊന്ന് പഠിച്ചു നോക്കുക. ചുമ്മാ വായ്പ് കാണിക്കുന്നതൊക്കെ ഇവിടെ കൊണ്ടൊന്ന് ഉപകരിക്കുമ്പോൾ ഇതിന് പാകത്തിനൊക്കെ മേടിച്ചു വെച്ച് ആഡംബരം കാണിക്കുമ്പോൾ കയ്യിലേക്ക് കാശ് കളയുമ്പോൾ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്നുണ്ടോയെന്ന് നോക്കുക. നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിട്ട് ഇപ്പോൾ കൂട്ടണ്ട. ഇതിലൊക്കെ വിചിത്രമായത് ചിലർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഒരു യൂറോപ്യൻ ക്ലോസറ്റ് കയറി കാലും കുത്തിയിരിക്കും. എന്നാൽ പിന്നെ മറ്റത് മേടിച്ചു വെച്ചാൽ പോലെ. മനസ്സിലായില്ല? എന്നാലേ ഒരു മനസ്സമാനം വരുള്ളൂ. ആർഭാടത്തിന് മേടിച്ചു വെക്കും. എന്നിട്ട് ഇതേ കയറി കുത്തിയിരിക്കും. ചിലപ്പോൾ തിത്തത്തയ്യെന്ന് കാലകത്തോട്ടു. എന്നിട്ടാണ് ആശുപത്രിയിൽ കൊണ്ടുപോയി ഒടിഞ്ഞ് പറഞ്ഞിട്ടിരിക്കുകയാണ്. ക്ലോസറ്റിൽ കാല് പോയി, വേറെ എങ്ങും പോയില്ല. ഗതികേടാണ് നിങ്ങളുടെ ജീവിതമില്ലേ. അപ്പോഴാണ് ചിലപ്പോൾ നമുക്കും തോന്നിപ്പോകുന്നത് ഈ ജീവിതം എന്തിനു തന്നു ആണ്ടി വടിവേലാണ്. അപ്പോ അവിടെ അപാനൻ എന്ന വായുവിൻ്റെ വെഷ്ടിയിൽ അപാനന്റെയും സമഷ്ടിയിൽ രാത്രിയുടെയും ദേവനാണ്. ആ ദേവൻ ഞങ്ങൾക്ക് ശംഭവതു നഹ, ഞങ്ങൾക്ക് സുഖം ഉളവാക്കട്ടെ, ഞങ്ങൾക്ക് നിരതിശയമായ സുഖം തരുമാറാകട്ടെ. ബൃഹസ്പതി നഹ ശംഭവതു, ബൃഹസ്പതി വാചസ്പതി, ബൃഹസ്പതി സമഷ്ടി പ്രപഞ്ചത്തിൽ ആദിത്യമണ്ഡലത്തിൻ്റെയും വെഷ്ടി പ്രപഞ്ചത്തിൽ നേത്രേന്ദ്രിയത്തിൻ്റെയും അതിദേവതയായ ആര്യമ, അത് വിട്ടുപോയി, അത് കഴിഞ്ഞാൽ ബൃഹസ്പതി. അര്യമാവ് എന്ന ദേവൻ. അര്യമാവെന്ന് പറയുന്നത് നേത്രത്തിൻ്റെ അതിദേവനാണ്. അതേപോലെ തന്നെ ആദിത്യമണ്ഡലസ്ഥിതനായ പുരുഷനാണ്. ആദിത്യമണ്ഡലസ്ഥിതനായ പുരുഷനും നേത്രേന്ദ്രിയസ്ഥിതനായ പുരുഷനും ഒരേ ദേവനാണ്. ആ ദേവൻ ഞങ്ങൾക്ക് നിരതിശയമായ സുഖം പ്രദാനം ചെയ്യട്ടെ. വീണ്ടും ബൃഹസ്പതി, ബൃഹതി ഏഷാപതി ബൃഹസ്പതി, വാചസ്പതി, വാക്കിൻ്റെയും ബുദ്ധിയുടെയും ദേവനായ, വാക്കിൻ്റെയും ബുദ്ധിയുടെയും അധിഷ്ഠാതൃദേവനായി വിളങ്ങുന്ന ആചാര്യനായ വാചസ്പതി വ്യാഴം. ബൃഹസ്പതി വ്യാഴം. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ സുഖമാണ് എന്ന് പറയും. ആ ദേവൻ ഞങ്ങളെ സുഖിപ്പിക്കട്ടെ. ഇപ്പം വൃത്രൻ തുടങ്ങിയ ദേവതകൾക്ക് പോലും അധിഷ്ഠാനമായി വിളങ്ങുന്ന വിഷ്ണു ഞങ്ങൾക്ക് സുഖത്തെ പ്രദാനം ചെയ്യട്ടെ.
മുകളിൽ പറയപ്പെട്ട ദേവന്മാരെയെല്ലാം സ്വധർമ്മ നിർവഹണത്തിൽ പ്രേരിപ്പിച്ചുകൊണ്ട് അന്തര്യാമിയായി വിളങ്ങുന്ന ബ്രഹ്മചൈതന്യത്തെ ഞാൻ വണങ്ങുന്നു. ആ ബ്രഹ്മചൈതന്യത്തെ ഞാൻ വണങ്ങുന്നു. വായുരൂപത്തിൽ പ്രതിഭാസിക്കുന്ന അല്ലയോ ബോധമേ, ബ്രഹ്മമേ, അവിടുത്തേക്ക് എൻ്റെ നമസ്കാരം. എൻ്റെ ശരീരത്തിനുള്ളിൽ പ്രാണശക്തിയായി കളിയാടുന്ന അവിടുന്ന് തന്നെയാണ് പ്രത്യക്ഷമായ ബ്രഹ്മം. ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ. അങ്ങനെയുള്ള അങ്ങയെ പ്രത്യക്ഷമായ ബ്രഹ്മം എന്ന് ഞാൻ വിളിക്കുന്നു. ശാസ്ത്രമനുസരിച്ച് കർത്തവ്യരൂപത്തിൽ ബുദ്ധി കൊണ്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സത്യപദാർത്ഥമായി അർദ്ധമായി ഞാൻ അങ്ങയെ പറയുന്നുണ്ട്. മുമ്പ് സത്യമെന്ന നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതും വാക്കുകൊണ്ട് പറയപ്പെട്ടിട്ടുള്ളതും ഋതം വദിഷ്യാമി, സത്യം വദിഷ്യാമി, ശരീരം കൊണ്ട് സമ്പാദിക്കപ്പെട്ടിട്ടുള്ളതുമായ സത്യമെന്ന് ഞാൻ അങ്ങയെ നിർവചിക്കുന്നു. എന്തെല്ലാം കേട്ടിട്ടുണ്ടോ, എന്തെല്ലാം കേൾക്കുന്നുണ്ടോ, എന്തെല്ലാം ശരീരം കൊണ്ട് അനുഭവിക്കുന്നുണ്ടോ, ആ സത്യമെല്ലാം എൻ്റെ ബോധം തന്നെയായ അവിടുന്നാണ്. ആ ബ്രഹ്മം ശിഷ്യനും വിദ്യാർത്ഥിയുമായ എന്നെ ആത്മവിദ്യ ഗ്രഹിക്കുന്നതിനും ധരിക്കുന്നതിനും കഴിവുള്ളവനാക്കി രക്ഷിക്കട്ടെ. ആ ബ്രഹ്മം എനിക്ക് ആത്മവിദ്യ ഉപദേശിച്ചു തരുന്ന ആചാര്യനെ പാലിക്കട്ടെ. ഇങ്ങനെ സാധനാകാലത്ത് ശിഷ്യനായ എനിക്ക് ആത്മവത്വം ഗ്രഹിക്കുന്നതിനും മനനം ചെയ്ത് സുനിശ്ചിതമാക്കുന്നതിനും ആ ബ്രഹ്മം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ആചാര്യനെയും വിദ്യാദാനം ചെയ്യുന്നതിന് സമർത്ഥനാക്കി ചെയ്തു രക്ഷിക്കട്ടെ. സകലവിധ ദുഃഖങ്ങളും നശിച്ച് ഞങ്ങൾക്ക് ശാന്തിയുണ്ടാവട്ടെ. ഇതാണ് ആ തൈത്തരീയ ആരണ്യ അന്തർഗതമായ ശാന്തി മന്ത്രത്തിൻ്റെ വാച്യാർത്ഥം. വ്യംഗ്യചമൽക്കാരാതിശയം ഒട്ടേറെയാണ്. അവസാനിക്കുന്നത് ശാന്തി 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 എന്നാണ്. ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായ ശാന്തി ഉണ്ടാകട്ടെ. സമയം 4:45. ഇനി ചായ വേണോ? ചായ റെഡിയായി. ചായ കുടിച്ചിട്ട് ഇനി ഒരു അങ്ങനെയൊക്കെ വേണോ? ഇത് ശാന്തി മന്ത്രങ്ങൾ ഇങ്ങനെ 10 എണ്ണമാണ്. അതിൽ ഒരെണ്ണം മാത്രം സാമ്പിളിന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായാൽ ഉത്തമന്മാരായ ആചാര്യന്മാരിൽ നിന്ന് പഠിക്കാൻ ഇടവരും. അതാണ് എനിക്ക് പറയാവുന്നത്. അത് ഇടവരട്ടെ, അതിന് സാമ്പ്രദായിക ആചാര്യന്മാർ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഇത്തരണത്തിൽ പ്രാർത്ഥിക്കുന്നു. കാരണം ഭാരതീയ പാരമ്പര്യം കാതുകുത്തിയവർ പോയി കഴിഞ്ഞാൽ കടുക്കനിട്ടവർ വരുന്നതാണ്. അതിന് മാത്രം ശങ്ക എനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടെങ്കിൽ പഠിച്ചിരിക്കും, അതില്ലെങ്കിൽ പഠിക്കാനിടയാവില്ല. സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒന്നും ഇതിന് ബാധകമല്ല. കാരണം ഇത് തേടി നടക്കുന്ന വിദ്യയാണ്. ആവശ്യമുള്ളവർ എന്നും. അതല്ലാതെ ഇത് വിളിച്ചുകൊണ്ടിരുന്ന വിദ്യയല്ല. അതുകൊണ്ട് പരമാവധി ഇത്തരം ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ ആളുകളെ വിളിച്ചു കൊണ്ടുവരരുത്. അത് നിങ്ങൾക്ക് ഭാരമായിരിക്കും. ഞാൻ പറയുന്നത് അതിൻ്റെ അർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടെന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവർ പറയുന്ന ലൗകിക കാര്യങ്ങളൊക്കെ നിങ്ങൾ സാധിച്ചു കൊടുക്കണം, അവരുടെ സാന്നിധ്യമുണ്ടായത്. അങ്ങനെ ആളുകളെ കാണിച്ചു എന്നുള്ളത് കൊണ്ട് ഭാരത സംസ്കാരമൊന്നും വളരുകയില്ല. തൊടുപുഴയിൽ നിന്ന് വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് തിരിച്ചു പോകാൻ വേണ്ടി ഇവിടെ നടന്നുപോയി പഠിക്കാവുന്നവർ പഠിച്ചാൽ മതി എന്ന് പറയുന്നതാണ് ഉചിതം. മനസ്സിലായോന്നറിയില്ല. ഇതൊരു ചെലവ് ചെയ്തും പഠിക്കേണ്ട സാധനമല്ല. ഇതിൻ്റെ ആനന്ദം അനുഭവിച്ചാൽ മറ്റൊന്നിനും ആനന്ദം ഉണ്ടാവില്ല. അതിന് തയ്യാറാകുന്ന കാലത്ത് മാത്രമേ പഠിക്കാവൂ. ഇതൊരു വളരെ ന്യൂനപക്ഷത്തിൻ്റെയാണ്.
ആത്മവിദ്യ ഹിന്ദുക്കളുടെ ഒന്നുമല്ല. ഇത് ലോകമെമ്പാടുമുള്ള ഭാവാതീതന്മാരായ വളരെ അപൂർവം ആളുകളുടെ സ്വന്തമാണ്. അവർ കണ്ടെത്തിയ സത്യമൊന്നും വിൽക്കാൻ കൊള്ളുന്ന സാധനമല്ല, അത് അനുഭവിക്കാൻ കൊള്ളുന്ന സാധനം. അതിനുള്ള ജിജ്ഞാസ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ പഠിച്ചിരിക്കും, എന്തു വില കൊടുത്തും പഠിച്ചിരിക്കും. കാളവണ്ടിക്കാരൻ രൗക്യൻ്റെ അടുക്കൽ, പുറംചൊറിഞ്ഞു നിൽക്കുന്ന രൗക്യൻ്റെ അടുക്കൽ തൻ്റെ രാജ്യവും തൻ്റെ സ്വന്തം പുത്രിയും വരെ വിട്ടുകൊടുത്ത് പഠിച്ചിട്ടുള്ളതാണ് ജാനശ്രുതി എന്ന ചക്രവർത്തി. ലോകോത്തരനായ ചക്രവർത്തി തൻ്റെ രാജ്യത്തെ കൊണ്ടുപോയി കാൽക്കൽ വെച്ചിട്ട് ഒരു കാളവണ്ടിക്കാരനിൽ നിന്ന് പഠിക്കുക. മനസ്സിലായില്ല? ഉപനിഷത്ത് പാരമ്പര്യം ഇതാണ്. ഈ കാളവണ്ടിക്കാരനെ അന്വേഷിച്ചാണ് ജാനശ്രുതി പറക്കാൻ തുടങ്ങിയത്. കാരണം ആകാശത്തുകൂടെ 2 പക്ഷികൾ പറന്നുപോയി. അതിൽ മുമ്പേ പോകുന്ന പക്ഷി ജാനശ്രുതിയുടെ കൊട്ടാരത്തിന് മുകളിലേക്ക്, ജാനശ്രുതിയുടെ അതിർത്തിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ, രാജ്യത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ പുറകിൽ നിന്ന പക്ഷി പറഞ്ഞു, ഭല്ലാക്ഷ ഭല്ലാക്ഷ നിൽക്കൂ, നീ ജാനശ്രുതിയുടെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നു. അയാളുടെ യശോധാവള്യത്തിൽ നിന്റെ ചിറക് കരിയാതിരിക്കട്ടെ. മനസ്സിലായില്ല? പിടികിട്ടിയില്ല? അത്രയ്ക്ക് കത്തുന്ന യശസ്സാണ്. നിന്റെ ചിറക് കരിയും ആ രാജ്യത്തേക്ക് കയറിയാൽ. അപ്പോൾ തിരിച്ച് കളിയാക്കി ഭല്ലാക്ഷൻ പറഞ്ഞൊരു വാക്കുണ്ട്, നീ പറയുന്ന കേട്ടാൽ തോന്നും നിന്റെ ഈ ജാനശ്രുതി ആ കാളവണ്ടിക്കാരൻ രൗക്യനേക്കാൾ കേമനാണെന്ന്. പോടാ. എന്നിട്ടാണ് പറന്ന് കയറിയത്. താഴെ നിൽക്കുന്ന ജാനശ്രുതി ഇത് കേട്ടു. മുകളിൽ 2 പക്ഷികൾ പറന്നു പോകുന്നു. ഒന്ന് പറയുന്നു ജാനശ്രുതിയുടെ കീർത്തിയെ, മറ്റത് പറയുന്നു ഒരു കാളവണ്ടിക്കാരൻ രൗക്യൻ്റെ മുമ്പിൽ ഇവനൊന്നുമല്ലെന്ന്. രാജാവിന് ഉറങ്ങാതിരിക്കാൻ പിന്നെ വേറെ കാരണം വല്ലതും വേണോ? തന്നെക്കാൾ കേമനൊരുത്തനുണ്ടെന്നറിഞ്ഞാൽ പിന്നെ രാജാക്കന്മാർക്ക് ഉറക്കം കിട്ടുമോ? രാജാവ് മന്ത്രിമാരെയൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, വേഗം പോയി ഈ രൗക്യനെ തപ്പിക്കൊണ്ടിരാൻ പറഞ്ഞു. നാനാപാടും ആളുകൾ പോയി, കിട്ടുന്നില്ല. അവസാനം പ്രധാനമന്ത്രി തന്നെ പോയ വഴിയിൽ ഒരു കാളവണ്ടിക്കാരൻ കയറ്റം കയറാൻ നേരത്ത് കാളയെ അഴിച്ച് പുല്ലിന് കെട്ടി പതുക്കെ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ തൻ്റെ ചാട്ടയുടെ കണ കൊണ്ട് പുറംചൊറിഞ്ഞ് നിൽക്കുക, ചൊറിയുന്നതുകൊണ്ട്. അപ്പോഴാണ് എന്ന് ചോദിച്ചു, നിങ്ങളാണോ കാളവണ്ടിക്കാരൻ രൗക്യൻ? ഓഹോയ്. അന്നത്തെ നാടൻ ഭാഷയിൽ പറഞ്ഞിരിക്കണം, ഞാൻ തന്നെയാണ്. ഉടനെയാണ് നിങ്ങൾ, രാജാവ് പറഞ്ഞു, നിങ്ങളൊന്ന് മുഖം കാണി. ഇപ്പം നേരെയില്ല, ഈ കാളകൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുക, ഈ കയറ്റത്തിലൊന്ന് തള്ളിക്കൊടുക്കണം. ഇതുങ്ങൾ വലിച്ചു മടുത്തു, അതുകൊണ്ടൊന്ന് തള്ളണം ഈ വണ്ടി. പറ്റുമെങ്കിൽ തള്ളാൻ കൂട്, ഇല്ലേ പോയി പണി നോക്കുക എന്നുള്ള മട്ടിൽ. ആരോടാ പറയുന്നത്? പ്രധാനമന്ത്രിയോടാ പറയുന്നത്. ധിക്കാരിയായ ഇവനെ കണ്ട് വെറുതെ പോകാൻ പറ്റുമോ? പക്ഷെ വല്ലതും ചെയ്യാൻ പറ്റുമോ? കാരണം ഇവനെ വേഗം പിടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുന്നത് ബഹുമാനാദരങ്ങളോടെയാണ്. അവസാനം ജാനശ്രുതി തനിച്ചു വന്നു, നേരെ വന്നു. ഭോ ശൂദ്ര എന്നാ വിളിച്ചേ. നിനക്ക് എന്നെ പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല, നീ ശൂദ്രനാണ്, പോനാ പറഞ്ഞു. തിരിച്ചു വന്ന് തൻ്റെ രാജ്യം മുഴുവൻ കാൽക്കൽ വെച്ചു. തൻ്റെ രാജകുമാരിയെ കാൽക്കൽ വെച്ചു. തൊട്ടു തൊഴുതു വന്ദിച്ചു പറഞ്ഞു, സകലതും അങ്ങയുടേതാണ്, ഈ വിദ്യ എനിക്ക് തരണം. അത്രയും മാർക്കറ്റുള്ള സാധനമാണ് ഭാരതത്തിൻ്റെ പൗരാണിക വിദ്യ, ഇന്നും എന്നും. ഇതിൻ്റെ വെറും എന്താ പറയുക, പതിപ്പ് വിറ്റാണ് ഇന്നും ലോകത്ത് പലരും അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നത്. ആ നിലയ്ക്കുള്ള വിദ്യയിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ജിജ്ഞാസയുണ്ടാകുന്നത് അന്ന് നിങ്ങൾ പഠിച്ചിരിക്കും. ജിജ്ഞാസയായ ഇതിന് വഴി. പണമല്ല, സമയവുമല്ല. ഒരുപാട് സമയമുണ്ടായിട്ട് കാര്യമില്ല. പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവാണുള്ളത്. അതുകൊണ്ട് സമയം ഇതിനൊരു വഴിയല്ല. 2, ധനം ഇതിനൊരു വഴിയല്ല. ജിജ്ഞാസയാണ് ഇതിന് വഴി. അതുണ്ടെങ്കിൽ പഠിക്കും,
പഠിക്കാൻ ഇടവരട്ടെ, ഉത്തമന്മാർ പഠിപ്പിക്കാൻ ഇടവരട്ടെ. ഒരു തുടക്കം നിങ്ങൾക്ക് ഈ വഴിയിൽ ചെയ്യാൻ പറ്റി എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ജിജ്ഞാസ നിങ്ങൾക്കുണ്ടെങ്കിൽ ബാക്കി കാതുകുത്തിയവർ പോകുന്ന പുറകെ വരുന്ന കടുക്കനിട്ടവരിൽ നിന്ന് പഠിക്കാൻ നിങ്ങൾക്ക് സൗഭാഗ്യമുണ്ടാകട്ടെ, അതിന് ഗുരുകാരണവന്മാർ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഉപസംഹരിക്കുന്നു. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.